ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ആനിവേഴ്സറി വ്ളോഗാണ്. ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഇന്ന് 12th ഓഗസ്റ്റ് മൺഡേ. അപ്പോൾ ഇന്ന് ആനിവേഴ്സറി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈവനിങ് ആയിട്ടാണ് എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് ബുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പുറത്തു പോവാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് ആ പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഞങ്ങൾ ആദ്യം തന്നെ എത്തിഹാദ് മാളിലേക്കാണ് പോയത്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ആദ്യം തന്നെ മെയിനായിട്ട് വാങ്ങാനുള്ള കേക്കാണ്. അപ്പോൾ കേക്ക് ഷോപ്പിൽ പോയി. ഇവിടെയാണ് ഞങ്ങൾ സാധാരണ ഫങ്ഷൻസിനൊക്കെ കേക്ക് വാങ്ങാറ്. ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് വാങ്ങാറ്. ഫ്രൂട്ട് കേക്കാണ്, ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിലുള്ളത്. അപ്പോൾ അത് വാങ്ങിയില്ല. അങ്ങനെ കുറേ ഷോപ്പുണ്ട്, കേക്കിന് തന്നെ കുറേ ഷോപ്പുണ്ട് എത്തിഹാദ് മാളിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നോക്കി ഒരു നല്ല ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാമ്പിൾസ് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല കേക്ക് സെലക്ട് ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനും ചേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടോ, ഫ്രൂട്ട് കേക്ക്. 2 ഫ്ലേവേഴ്സ്, ചോക്ലേറ്റും പിന്നെ വേറൊരു ഫ്ലേവറും കൂടി വരുന്ന ഒരു കേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ കോപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ പാർട്ടിക്ക് ആവശ്യമായ പ്ലേറ്റ്സും ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ വേറെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചോക്ലേറ്റ് സെക്ഷനിലൊക്കെ ഞാൻ വെറുതെ കറങ്ങി നടന്നത്, കാരണം അവിടെ നല്ല രസമാണ് അവിടുത്തെ ചോക്ലേറ്റ് സെക്ഷൻ കാണാനായിട്ട്. അത് കാരണം കുറച്ച് വീഡിയോസ് എടുത്ത കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ചോക്ലേറ്റ്സ്. അപ്പോൾ കാണാൻ തന്നെ രസം. അങ്ങനെ ഞങ്ങൾ കേക്ക് അവിടെ നിന്ന് പേരൊക്കെ എഴുതി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കാറിൽ പിന്നെ സ്പിന്നീസി കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി സ്പിന്നീസി പോവാണ്. സ്പിന്നീസ് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബിയർ വാങ്ങാനായിട്ട് പോവാണ് പാർട്ടിക്ക്. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങി തിരിച്ച് വീട്ടിലെത്തി റെഡിയായി. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോളൂ കേട്ടോ. അധികം ഫോട്ടോസൊന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. 10 മണി നമുക്ക് എത്തണം. ഞങ്ങളൊരു 9:45 ആയപ്പോഴേക്കും അവിടെ എത്തി. നമ്മുടെ ഈ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എത്തി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ യോട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് പുറത്തു നിന്ന് തന്നെ. അപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്, നമ്മുടെ യോട്ടിനടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഓണ വഴി കുറേ ആൾക്കാരൊക്കെ ഓൾറെഡി കയറിയിട്ടുണ്ട് വേറെ യോട്ടിൽ. നമുക്ക് ഒരു 10-15 പേർക്ക് ഒരു യോട്ടാണ് നമ്മളെടുത്തത്. നമ്മുടെ പ്രൈവറ്റായിട്ട് എല്ലാവർക്കും ഒരു 2 hours വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ 2 hours തന്നെ കൂടുതലാണ്. നമുക്ക് അതിൽ ഒരു ചെറിയൊരു തലകറക്കം പോലെയൊക്കെ ഫീൽ ചെയ്യും. പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ചിലവർക്കൊക്കെ അത് ഒരു രസം തോന്നില്ല. എന്നാലും നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ട് കുറച്ച് നേരമാണെങ്കിലും 2 hours തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കുറേ യോട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യോട്ട്. അതിലേക്ക് ഞങ്ങളെല്ലാവരും എൻ്റർ ചെയ്തു. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഊരിയൊരു ബോക്സിൽ വെക്കണം. അതൊന്നും ചെരുപ്പിടാൻ പറ്റില്ല. അപ്പോൾ കയറിയിട്ട് ഫസ്റ്റ് തന്നെ ജ്യൂസും സ്റ്റാർട്ടേഴ്സ് കട്ട്ലറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ജ്യൂസ് കുടിച്ചു കട്ട്ലറ്റ്സും കഴിച്ചു. എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ കേക്ക് കട്ടിങ് ആയി. ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് തുടങ്ങി.
കൊടുക്കടാ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പിടിച്ചേ സോറി രണ്ടാളും കൊടുക്ക്. ആരെയും മൂക്കുമ്പോഴേക്ക് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ അവിടേക്ക് യോട്ടിലൊക്കെ ചുറ്റിക്കറങ്ങി കാണുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ അവിടെ 2 റൂമൊക്കെ ഉണ്ട്. റൂമും ബെഡും ഒക്കെ നല്ല ഇതൊക്കെ ബാത്റൂംസും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം യോട്ടിൻ്റെ മുകളിലേക്ക് വന്നു. അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ യോട്ടിൻ്റെ മുകളിലത്തെ ഭാഗത്ത്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റും, നമ്മുടെ യോട്ടിക്ക് ഫ്രണ്ടിലോട്ട്. പക്ഷേ അവിടെ ലൈറ്റ് ഇല്ല. നമുക്ക് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഇല്ലാതാണ്. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. മന്തിയും പിന്നെ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായി. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം പാർട്ടി നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.